Good morning. We are now going to discuss about the concept of primary deficit. So we have discussed in previous classes the different types of deficits which is faced by the governments. And here in this class we are discussing about primary deficit. So primary deficit means it is the excess of fiscal deficit over interest payments. That is, it is the difference between fiscal deficit and interest payment. ഫിസിക്കൽ ഡെഫിസിറ്റും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. പ്രൈമറി ഡെഫിസിറ്റ് ഈസ് ദ എക്സസ് ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഓവർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനേക്കാൾ കൂടുതലായിട്ട് നിൽക്കുന്ന ഫിസിക്കൽ ഡെഫിസിറ്റിനെയാണ് നമ്മൾ പ്രൈമറി ഡെഫിസിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ദ ഫിസിക്കൽ ഡെഫിസിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് പ്രൈമറി ഡെഫിസിറ്റ്. So primary deficit is equal to fiscal deficit minus interest payments. ഫിസിക്കൽ ഡെഫിസിറ്റിൽ നമ്മൾ എന്ത് കുറച്ച് കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈമറി ഡെഫിസിറ്റ് എന്ന്. അതായത് ഇറ്റ് ഷോസ് ഹൗ മച്ച് ഗവൺമെൻറ് ബോറോയിങ് ഈസ് ഗോയിങ് ടു മീറ്റ് എക്സ്പെൻസസ് അതർ ദാൻ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. അതായത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് അല്ലാത്ത മറ്റ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ബോറോയിങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് പ്രൈമറി ഡെഫിസിറ്റ് കാണിക്കുന്നത്. അപ്പോൾ പ്രൈമറി ഡെഫിസിറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ മച്ച് ഗവൺമെൻറ് ബോറോയിങ് ഈസ് ഗോയിങ് ടു മീറ്റ് എക്സ്പെൻസസ് അതർ ദാൻ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് അല്ലാതെ മറ്റു എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ എത്രത്തോളം ഗവൺമെൻറ് ബോറോയിങ് ഉതകുന്നു എന്നുള്ളതാണ് പ്രൈമറി ഡെഫിസിറ്റ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഫ്യൂച്ചർ ലയബിലിറ്റി എക്സ്റ്റെൻഡ് ഓഫ് ബേർഡനെയാണ് കാണിക്കുന്നത്. ഫ്യൂച്ചറിൽ എത്രത്തോളം ഗവൺമെൻറ്റിന് കടം ഉണ്ടെന്നുള്ളതാണ്. ദാറ്റ് ഈസ് കറൻറ്റ് ഗവൺമെൻറ് പോളിസിയുടെ ഫലമായി ഗവൺമെൻറ് കറൻറ്റ് പോളിസിയുടെ ഫലമായി എത്രത്തോളം ഫ്യൂച്ചറിൽ ഗവൺമെൻറ് എത്രത്തോളം ബേർഡൻ ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ഈ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ. സോ ദിസ് ഈസ് എ മെഷർ ഓഫ് ഫിനാൻഷ്യൽ ഇറസ്പോൺസിബിലിറ്റി ഓഫ് എ ഗവൺമെൻറ്. ഇപ്പോൾ ഗവൺമെൻറ് ഫിസിക്കൽ ഇറസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സാമ്പത്തിക ഉത്തരവാദിത്തമില്ലായ്മയെ കാണിക്കുന്നതാണ് പ്രൈമറി ഡെഫിസിറ്റ്. പ്രൈമറി ഡെഫിസിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷോസ് ദ ഫിസിക്കൽ ഇറസ്പോൺസിബിലിറ്റി ഓഫ് എ ഗവൺമെൻറ്. So when a government have zero primary deficit or a very low primary deficit, it shows that government has financial discipline. അപ്പോൾ ഗവൺമെൻറ്റിന് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ സാമ്പത്തിക അച്ചടക്കം ഉണ്ടെന്നുള്ളതാണ് ഒരു സീറോ പ്രൈമറി ഡെഫിസിറ്റ് അല്ലെങ്കിൽ ലോ പ്രൈമറി ഡെഫിസിറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഒരു പ്രൈമറി ഡെഫിസിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഫ്യൂച്ചർ ബേർഡൻ വർദ്ധിക്കുകയാണ്, ഗവൺമെൻറ് ഫിനാൻഷ്യൽ ഇറസ്പോൺസിബിലിറ്റിയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ പ്രൈമറി ഡെഫിസിറ്റ് എന്തൊക്കെ തമ്മിലുള്ള വ്യത്യാസമാണ്? ഫിസിക്കൽ ഡെഫിസിറ്റും എന്താണ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ പറയുന്നത് പ്രൈമറി ഡെഫിസിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ്. മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് the increase in the it refers to the sum of the net increase in holdings of treasury bills of the Reserve Bank of India and its contribution to the market borrowings of the government. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള മൊത്തം ട്രഷറി ബിൽസിൻ്റെയും ഗവൺമെൻറ് കൊടുക്കുന്ന ബോറോയിങ്സിൻ്റെയും, അതായത് ഗവൺമെൻറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് കടം വാങ്ങുന്ന ആ ബോറോയിങ്സിൻ്റെയും തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ് എന്ന് ഉദ്ദേശിക്കും. അപ്പോൾ മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ് ഈസ് എ സം ഓഫ് ദ ഇൻക്രീസ് ഇൻ ദ ഹോൾഡിങ്സ് ഓഫ് ട്രഷറി ബിൽസ് ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള ട്രഷറി ബിൽസിൻ്റെ എണ്ണത്തിനുണ്ടാകുന്ന വർധനവും മാത്രമല്ല ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു ദ മാർക്കറ്റ് ബോറോയിങ്സ് ഓഫ് ദ ഗവൺമെൻറ് മാർക്കറ്റ് ബോറോയിങ്സിലേക്ക് റിസർവ് ബാങ്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസും ഇവ തമ്മിലുള്ള തുകയാണ് നമ്മൾ മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഫലമായി ഈ മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ് ഉണ്ടാകുമ്പോൾ ദർ വിൽ ബി ഇൻക്രീസ് ഇൻ ദ മണി സപ്ലൈ ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഹൈ പവേർഡ് മണിയുടെ അല്ലെങ്കിൽ മണി സപ്ലൈയുടെ അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ കയ്യിലുള്ള റിസർവ് മണി വർദ്ധിക്കാൻ കാരണമാകുന്നു ഈ മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ് മൂലം. അതായത് this monetized deficit refers to the government borrowing from the Reserve Bank of India. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ഗവൺമെൻറ് ബോറോയിങ്ങിനെയാണ് നമ്മൾ മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. സോ ഈ മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചില സമയത്ത് ദർ വിൽ ബി ഇൻക്രീസ് ഇൻ ദ മണി സപ്ലൈ ഓർ ഹൈ പവർഡ് മണി ഇൻ ദ ഇക്കോണമി ഓർ മണി റിസർവ് ഇൻ ദ ഇക്കോണമി വിൽ ബി ഇൻക്രീസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ഡെഫിസിറ്റുകളുടെ ഒരു സമ്മറിയാണ് ഈ കാണുന്നത്, ഈ ഒരു ടേബിളിൽ കാണുന്നത്. അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഈസ് ബജറ്ററി ഡെഫിസിറ്റ്. അപ്പോൾ ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂയും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം. ഇറ്റ് മീൻസ് ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ടോട്ടൽ റവന്യൂ ടോട്ടൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറയുന്നത് ബജറ്ററി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് റവന്യൂ ഡെഫിസിറ്റാണ്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ റെസീപ്റ്റ്സ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ റവന്യൂ റെസീപ്റ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്.
ഇനി ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ ഡെഫിസിറ്റ് എന്താണ് നമ്മൾ പറഞ്ഞു? റവന്യൂ റെസീപ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ റവന്യൂ ഡെഫിസിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഡെഫിസിറ്റിൽ നിന്ന് ഗ്രാൻറ്റ്സ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഗ്രാൻറ്റുകൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് കിട്ടും. അപ്പോൾ ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ ഡെഫിസിറ്റ് മൈനസ് ഗ്രാൻറ്റ്സ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. അപ്പം റവന്യൂ ഡെഫിസിറ്റിൽ നിന്ന് ക്യാപിറ്റൽ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഗ്രാൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് കിട്ടും. ഇനി ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്താണെന്ന് നോക്കാം. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് ഗവൺമെൻറ് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് റവന്യൂ റെസീപ്റ്റ്സ് പ്ലസ് നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കിട്ടും. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ്സ് ഫ്രം റവന്യൂ റെസീപ്റ്റ്സ് പ്ലസ് നോൺ ഡെറ്റ് ക്യാപിറ്റൽ അസറ്റ്സ്. അപ്പം എന്താണ്? ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ റെസിപ്റ്റ്സും അതുപോലെ നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്, അപ്പോൾ ഡെറ്റ് അല്ലാത്ത ക്യാപിറ്റൽ റെസിപ്റ്റ്സും കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കിട്ടും. ഇനി പ്രൈമറി ഡെഫിസിറ്റ് നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈമറി ഡെഫിസിറ്റ് കിട്ടും. ഇനി മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദ ബോറോയിങ്സ് ഓഫ് ദ ഗവൺമെൻറ് ഫ്രം ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ബോറോയിങ്സ് നമ്മൾ മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഡെഫിസിറ്റ് കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നുമില്ല, ബഡ്ജറ്ററി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഡെഫിസിറ്റ് കിട്ടും. റവന്യൂ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ റവന്യൂ റെസീപ്റ്റ്സിൽ നിന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ കുറച്ച് കഴിഞ്ഞാൽ റവന്യൂ ഡെഫിസിറ്റ് കിട്ടും. ഇനി ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഡെഫിസിറ്റിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ഗ്രാൻറ്റ്സ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഗ്രാൻറ്റുകൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് കിട്ടും. ഇനി ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് റവന്യൂ റെസീപ്റ്റ്സും നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സും കൂടെ കൂട്ടുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റവന്യൂ ഡെഫിസിറ്റ് കിട്ടും. ഇനി പ്രൈമറി ഡെഫിസിറ്റിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് കുറയ്ക്കുന്നതാണ് പ്രൈമറി ഡെഫിസിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബോറോയിങ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ഗവൺമെൻറ് ബോറോയിങ്ങിനെയാണ് മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഡെഫിസിറ്റ് കോൺസെപ്റ്റുകൾ. അപ്പം ഇനി നമ്മൾ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാണ് ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി ഞാൻ പല പ്രാവശ്യം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ പോളിസി ഓഫ് ദ ഗവൺമെൻറ്. ഫിസ്ക്കൽ പോളിസി മീൻസ് എ പോളിസി ഓഫ് ദ ഗവൺമെൻറ് വിച്ച് in relation to taxation, public expenditure as well as the management of public debt. അപ്പോൾ ടാക്സേഷനും പബ്ലിക് എക്സ്പെൻഡിച്ചറും പബ്ലിക് ഡെറ്റിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി. നമ്മൾ മോണിറ്ററി പോളിസി എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് പോളിസിയാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സോ ഫിസ്ക്കൽ പോളിസി മീൻസ് ഇറ്റ് ഈസ് ദ പോളിസി ഓഫ് ദ ഗവൺമെൻറ് ഇൻ റിലേഷൻ ടു ഓർ വിത്ത് റിലേഷൻ ടു എന്തൊക്കെയാണ്? ടാക്സേഷനുമായും പിന്നെ എന്താണ്? പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് ഡെറ്റ്. അപ്പോൾ ടാക്സേഷനും പബ്ലിക് എക്സ്പെൻഡിച്ചറും പബ്ലിക് ഡെറ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So according to Arthur Smithies, he has defined fiscal policy as a policy under which the government uses its expenditure and revenue programs to produce desirable effects and avoid undesirable effects on the national income, production and employment. According to Arthur Smithies has defined fiscal policy as അദ്ദേഹം ഫിസ്ക്കൽ പോളിസി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? It's a policy under which എങ്ങനെയുള്ള പോളിസിയാണ്? ദ ഗവൺമെൻറ് യൂസസ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ പ്രോഗ്രാംസ്. ഗവൺമെൻറ് അതിൻ്റെ എക്സ്പെൻഡിച്ചർ പ്രോഗ്രാംസും റവന്യൂ പ്രോഗ്രാംസും ഉപയോഗിക്കുന്നു. എങ്ങനെയാണ്? ടു പ്രൊഡ്യൂസ് ഡിസൈറബിൾ ഇഫക്ട്സ്. എന്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി? നല്ല ഡിസൈറബിൾ ആയിട്ടുള്ള ഗുണകരമായ ഇഫക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇക്കോണമിയിൽ. മാത്രമല്ല ആൻഡ് അവോയ്ഡ് അൺഡിസൈറബിൾ ഇഫക്ട്സ്. അൺഡിസൈറബിൾ ആയിട്ടുള്ള ഇഫക്ട്സ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഓൺ ദ നാഷണൽ ഇൻകം, പ്രൊഡക്ഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. എന്തിലൊക്കെയാണ്? നാഷണൽ ഇൻകത്തിലും പ്രൊഡക്ഷനിലും അൺഎംപ്ലോയ്മെൻറ്റിലും എന്താണ്? ഡിസൈറബിൾ ഇഫക്ട്സ് ഉണ്ടാക്കുന്നതിനും അൺഡിസൈറബിൾ ഇഫക്ട്സ് ഒഴിവാക്കുന്നതിനും വേണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന എക്സ്പെൻഡിച്ചർ റവന്യൂ പ്രോഗ്രാംസിനെയാണ് നമ്മളെന്ത് പറയുന്നത്? അങ്ങനെ എക്സ്പെൻഡിച്ചർ റവന്യൂ പ്രോഗ്രാംസ് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പോളിസിയാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ പോളിസി അണ്ടർ വിച്ച് എന്താണ്? ദ ഗവൺമെൻറ് യൂസസ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ പ്രോഗ്രാംസ് ടു പ്രൊഡ്യൂസ് ഡിസൈറബിൾ ഇഫക്ട്സ് ആൻഡ് അവോയ്ഡ് അൺഡിസൈറബിൾ ഇഫക്ട്സ് ഓൺ ദ നാഷണൽ ഇൻകം, പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ദാറ്റ് ഈസ് കോൾഡ് fiscal policy according to Arthur Smithies. So the importance of this fiscal policy was first emphasized by
Professor J.M. Keynes in the mid-1930s. 1930s with the publication of his masterpiece, General Theory of Employment, Interest and Money, which was published in the year 1936. So the importance of this fiscal policy was first given by Professor J.M. Keynes. And his book masterpiece was called General Theory of Employment, Interest and Money, and that book was published in the year 1936. So this fiscal policy, we have already discussed. The fiscal policy is the policy of the government with relation to എന്തുമായി ബന്ധപ്പെട്ടതാണ്? ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് ഡെറ്റ്. ഇതുമായി ബന്ധപ്പെട്ട ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് പോളിസിയാണ് നമ്മൾ പറയുന്നത് ഫിസ്ക്കൽ പോളിസി എന്ന് വെച്ചാൽ. അപ്പോൾ ഫിസ്ക്കൽ പോളിസി നമുക്ക് പറയാം, ഇങ്ങനെയും ചുരുക്കി പറയാം, ഇറ്റ് റെഫേഴ്സ് ടു ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെൻറ് ടു കറക്റ്റ് ഐദർ ഇൻഫ്ലേഷൻ ഓർ ഡിഫ്ലേഷൻ. അത് ഇൻഫ്ലേഷനെയോ ഡിഫ്ലേഷനെയോ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ നമുക്ക് എന്ത് പറയാം? ഫിസ്ക്കൽ പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് വിച്ച് ഈസ് അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഐദർ ടു കറക്റ്റ് ഇൻഫ്ലേഷൻ ഓർ ഡിഫ്ലേഷൻ. എന്തെങ്കിലും ഇൻഫ്ലേഷനെയോ അല്ലെങ്കിൽ ഡിഫ്ലേഷനെയോ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഓരോരുത്തരുടെയും ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകളുടെ ഫിസ്ക്കൽ പോളിസിയെക്കുറിച്ചുള്ള അവരുടെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് റിഗാർഡിംഗ് ദി ഫിസ്ക്കൽ പോളിസി? We know that the classical economists already emphasized the policy of laissez-faire. So at the same time they gave importance to Say's law of market, full employment equilibrium, optimum allocation of resources. These were the ideas which were put forward by the classical economists. അല്ലേ? laissez-faire, അതായത് let the individuals free. അപ്പം എന്താണ്? ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസ്, അല്ലെങ്കിൽ സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്, അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം, അതുപോലെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഒപ്റ്റിമം അലൊക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഇതൊക്കെയെന്ന് പറയുന്നത് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകളുടെ ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ അവർ പറയുന്നത് വെച്ചതാണ്, ഫുൾ എംപ്ലോയ്മെൻറ്റ് ഈസ് എ കോമൺ ഫിനോമിനൻ ഇൻ ദി എക്കോണമി ആൻഡ് ദാറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി റീച്ച്ഡ്. അപ്പോൾ എക്കോണമിയിലെ ഒരു കോമൺ ഫിനോമിനനാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് നേടും എന്നാണ് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ പറയുന്നത്. അതുകൊണ്ട് ദർ ഇസ് നോ നീഡ് ഫോർ ഗവൺമെൻറ് ഇൻ്റർഫറൻസ്. ആരുടെ ഇടപെടൽ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ഇൻ്റർഫറൻസ് ആവശ്യമില്ല. ഫുൾ എംപ്ലോയ്മെൻറ്റ് ഈസ് എ നാച്ചുറൽ ഫിനോമിനൻ ഓഫ് ദി ഇക്കോണമി ആൻഡ് ദാറ്റ് വിൽ ബി റീച്ച്ഡ് ഓട്ടോമാറ്റിക്കലി എന്നാണ് ആര് പറയുന്നത്? ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് the concept of fiscal policy which is held by the classicals were known as principle of sound finance. അപ്പോൾ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ പറയുന്നത് വെച്ചാൽ എന്താണ്? ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഇക്കോണമിക്സ് the concept of fiscal policy is known as principle of sound finance. പ്രിൻസിപ്പിൾ ഓഫ് സൗണ്ട് ഫിനാൻസ്. സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട് എന്ന് വെച്ചാൽ സുരക്ഷിതമായ, നല്ല സുഗമമായ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽസ്, ദാറ്റ് ഗവൺമെൻറ് ഈസ് ദ ബെസ്റ്റ് ഗവൺമെൻറ് വിച്ച് സ്പെൻഡ്സ് ദ ലീസ്റ്റ് ആൻഡ് ഇമ്പോസസ് ലോവസ്റ്റ് എമൗണ്ട് ഓഫ് ടാക്സസ്. അപ്പോൾ ക്ലാസിക്കൽസ് പറയുന്നത് വെച്ചാൽ ഏറ്റവും കുറച്ച് ചിലവഴിക്കുന്നതും ഏറ്റവും ചെറിയ നികുതി ഈടാക്കുന്നതും ഏറ്റവും ലോവസ്റ്റ് എമൗണ്ട് ഓഫ് ടാക്സസ് ഈടാക്കുന്നതുമായ ഗവൺമെൻറ്റാണ് ബെസ്റ്റ് ഗവൺമെൻറ് എന്നാണ് ആര് പറയുന്നത്? ക്ലാസിക്കൽസ് പറയുന്നത്. സോ ദാറ്റ് ഗവൺമെൻറ് ഈസ് ദ ബെസ്റ്റ് വിച്ച് സ്പെൻഡ്സ് ദ ലീസ്റ്റ്, ഏറ്റവും കുറച്ച് സ്പെൻഡ് ചെയ്യുന്നതും, ആൻഡ് ഇമ്പോസസ് ലോവസ്റ്റ് എമൗണ്ട് ഓഫ് ടാക്സസ്, ഏറ്റവും കുറഞ്ഞ ടാക്സ് എമൗണ്ട് ഈടാക്കുന്നതുമായ ഗവൺമെൻറ്റാണ് ഏറ്റവും നല്ല ഗവൺമെൻറ്റാണ് ക്ലാസിക്കൽസ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ക്ലാസിക്കൽസ് പ്രധാനമായിട്ടും ദേ എംഫസൈസ്ഡ് എ ബാലൻസ്ഡ് ബഡ്ജറ്റ്. അവരെപ്പോഴും പറഞ്ഞത് ബാലൻസ്ഡ് ബഡ്ജറ്റാണ്. ദർ ഷുഡ് ബി നൈദർ എക്സസ് സർപ്ലസ് ഡെഫിസിറ്റ് ഓർ ദർ ഷുഡ് നോട്ട് ബി എനി ഡെഫിസിറ്റ് ബഡ്ജറ്റ്. There should be a balanced budget according to classical economists. So they emphasized a fiscal policy that is known as principle of sound finance. Sound finance എന്ന് പറയുന്ന ഒരു ഫിസ്ക്കൽ പോളിസിയാണ് അവർ അഡോപ്റ്റ് ചെയ്തിരുന്നത്. അതായത് എന്താണ്? ബഡ്ജറ്ററി ഡെഫിസിറ്റ് ഉണ്ടാകാൻ പാടില്ല, ബാലൻസ്ഡ് ബഡ്ജറ്റാണ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ്ഡ് ബഡ്ജറ്റാണ് പ്രധാനമായിട്ടും സപ്പോർട്ട് ചെയ്തിരുന്ന ക്ലാസിക്കൽസ്. അപ്പോൾ ക്ലാസിക്കൽസ് ഈ ബാലൻസ്ഡ് ബഡ്ജറ്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ചില റീസൺസ് ഉണ്ട്, ചില കാരണങ്ങളുണ്ട്. സോ ലെറ്റ് us discuss what are the justification for a balanced budget. എന്തിനാണ് ഇവർ ബാലൻസ്ഡ് ബഡ്ജറ്റ് സപ്പോർട്ട് ചെയ്തിരുന്നത്? ക്ലാസിക്കൽസ് എന്തിനുകൊണ്ടാണ് അവർ കൂടുതലായിട്ടും ബാലൻസ്ഡ് ബഡ്ജറ്റിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് നമുക്ക് നോക്കാം. ഒന്ന് റീസൺസ് ആണ് പറയുന്നത്. എ ബാലൻസ്ഡ് ബഡ്ജറ്റ് വാസ് കൺസിഡേർഡ് ആസ് എൻ ഇഫക്റ്റീവ് ചെക്ക് അപ്പോൺ എനി എക്സ്ട്രാവേഗൻസ് ഓഫ് ദ അതോറിറ്റി. അതായത് ഗവൺമെൻറ്റിൻ്റെ എക്സ്ട്രാവേഗൻസിനെ അല്ലെങ്കിൽ അമിത ചെലവിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട വെപ്പണാണ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ബഡ്ജറ്റ്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എൻ ഇഫക്റ്റീവ് ചെക്ക്
വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു കൺട്രോളാണ് അല്ലേ. ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്തിലൂടെയാണ്? ഈ ബാലൻസ്ഡ് ബജറ്റ്. അതായത് ഗവൺമെൻറ് എക്സ്ട്രാ വേഗൻസ് ഇല്ലാതാക്കാൻ നമുക്ക് ബാലൻസ്ഡ് ബജറ്റിലൂടെ കഴിയുമെന്നാണ് ക്ലാസിക്കൽസ് പറയുന്നത്. പിന്നെ ക്ലാസിക്കൽസിൻ്റെ വേറൊരു അഭിപ്രായം എന്ന് വെച്ചാൽ അൺബാലൻസ്ഡ് ബജറ്റ് ലീഡ്സ് ടു ഇൻഫ്ലേഷണറി ഡിഫ്ലേഷണറി പ്രഷേഴ്സ്. ബാലൻസ്ഡ് ബജറ്റ് ആണെങ്കിൽ എക്കോണമിയിൽ നമ്മുടെ അതോറിറ്റീസിൻ്റെ എക്സ്ട്രാ വേഗൻസ് അല്ലെങ്കിൽ എക്സ്ട്രാ സ്പെൻഡിങ്ങിനെ ഒഴിവാക്കാം. അതേസമയം ഒരു അൺബാലൻസ്ഡ് ബജറ്റ് ആണെങ്കിൽ അവരുടെ അഭിപ്രായത്തിൽ ദാറ്റ് വിൽ ലീഡ് ടു ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ ഇൻ ദി ഇക്കോണമി. ഇക്കോണമിയിൽ ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും ഉണ്ടാവാൻ കാരണമാകും ഒരു അൺബാലൻസ്ഡ് ബജറ്റ് ആയാൽ എന്നാണ് രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് പറയുന്നത്. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് പറയുന്നത് എനി അറ്റംപ്റ്റ് ടു റേസ് ടാക്സസ് വുഡ് ബി റെസിസ്റ്റഡ് ബൈ ദ പബ്ലിക്. ഇനി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ടാക്സ് വർദ്ധിപ്പിക്കാനുള്ള എന്ത് ശ്രമം ഉണ്ടായാലും ദാറ്റ് വിൽ ബി റെസിസ്റ്റഡ് ബൈ ദ പബ്ലിക്. അത് ആര് എതിർക്കും? ഗവൺമെൻറ് എതിർക്കും. ജനങ്ങൾ എതിർക്കും. അതുകൊണ്ട് എന്താണ്, ടാക്സ് വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. എനി അറ്റംപ്റ്റ് ടു റേസ് ടാക്സസ് വുഡ് ബി റെസിസ്റ്റഡ് ബൈ ദ പബ്ലിക്. ടാക്സ് വർദ്ധിപ്പിക്കാനുള്ള എന്ത് ശ്രമത്തെയും ആരെതിർക്കും എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എതിർക്കും എന്നാണ് പറയുന്നത്. പിന്നെ എ ബാലൻസ്ഡ് ബജറ്റ് വാസ് സപ്പോസ് ടു ബി ന്യൂട്രൽ ഇൻ ഇഫക്റ്റ് ഓൺ ദ വർക്കിംഗ് ഓഫ് ദി ഇക്കോണമി. അപ്പം ഒരു ഇക്കോണമിയുടെ വർക്കിങ്ങിൽ ബാലൻസ്ഡ് ബജറ്റാണ് ഏറ്റവും നല്ലത്. ഒരു ബാലൻസ്ഡ് ബജറ്റ് ആണെങ്കിൽ അത് ന്യൂട്രൽ ആയിരിക്കും. അത് വല്ലാണ്ട് ഇക്കോണമിയുടെ പ്രവർത്തനത്തെ ബാധിക്കില്ല. അത് ന്യൂട്രലായിട്ട് നിൽക്കും. ഒരു ന്യൂട്രൽ ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ഇക്കോണമിയുടെ പ്രവർത്തനത്തെ ന്യൂട്രലായിട്ട് മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നാണ് ക്ലാസിക്കൽസ് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് ക്ലാസിക്കൽസ് എ ബാലൻസ്ഡ് ബജറ്റ് ഈസ് ഗുഡ്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ എപ്പോഴും ഒരു ബാലൻസ്ഡ് ബജറ്റാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ന്യൂട്രലൈസ്ഡ് ബൈ റിഡക്ഷൻ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ ബൈ വേ ഓഫ് ടാക്സേഷൻ. അപ്പോൾ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽസ് അഡീഷണൽ പർച്ചേസിംഗ് പവർ വിച്ച് ഈസ് ക്രിയേറ്റഡ് ത്രൂ ഇൻക്രീസ്ഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുമ്പോൾ ജനങ്ങളുടെ കയ്യിലെ പർച്ചേസിംഗ് പവർ വർദ്ധിക്കും. ആ വർദ്ധിക്കുന്ന പർച്ചേസിംഗ് പവറിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കണം. പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നത് എങ്ങനെയാണ്? ടാക്സേഷനിലൂടെ. അപ്പോൾ ടാക്സേഷനിലൂടെ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുമ്പോൾ എന്തിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും? പബ്ലിക് എക്സ്പെൻഡിച്ചറിലൂടെ എന്തിലുണ്ടാകുന്ന വർധനവിനെ, പർച്ചേസിംഗ് പവറിലുണ്ടാകുന്ന വർധനവിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്തിലൂടെ? മറ്റേ സൈഡിൽ നമ്മൾ പ്രൈവറ്റ് ടാക്സേഷൻ ഈടാക്കുന്നതിലൂടെ നമുക്ക് എന്ത് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്? പർച്ചേസിംഗ് പവർ വർദ്ധിക്കുന്നത് ഒരു സൈഡിലൂടെ വർദ്ധിക്കുന്നത്, മറ്റേ സൈഡിലൂടെ ടാക്സേഷനിലൂടെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാമെന്നാണ് ക്ലാസിക്കൽസിൻ്റെ അഭിപ്രായം. അപ്പോൾ അതാണ് ക്ലാസിക്കൽസ് ഫിസ്ക്കൽ പോളിസിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ക്ലാസിക്കൽസിൻ്റെ അഭിപ്രായത്തിൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ബജറ്റ് എങ്ങനെയുള്ളതായിരിക്കും? ബജറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് വൺ. ദർ ഷുഡ് ബി നൈദർ സർപ്ലസ് ബജറ്റ് ഓർ ഡെഫിസിറ്റ് ബജറ്റ്. സർപ്ലസ് ബജറ്റോ ഡെഫിസിറ്റ് ബജറ്റോ ഒന്നും പാടില്ല. എപ്പോഴും ഒരു ബാലൻസ്ഡ് ബജറ്റായിരിക്കണം എക്കോണമിയിൽ ഉണ്ടാവേണ്ടത്. അവരുടെ പ്രിൻസിപ്പിളിനെ പറഞ്ഞ പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് സൗണ്ട് ഫിനാൻസ് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഫിസ്ക്കൽ പോളിസി. അപ്പോൾ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഫിസ്ക്കൽ പോളിസിയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഫിസ്ക്കൽ പോളിസി ഈസ് കോൾഡ് ഫങ്ഷണൽ ഫിനാൻസ്. അപ്പോൾ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഫിസ്ക്കൽ പോളിസി നമ്മൾ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഫിനാൻസ്. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് സ്റ്റേറ്റഡ് ബൈ J.M. Keynes, ബട്ട് ഇറ്റ് വാസ് ഫർദർ ഡെവലപ്ഡ് ബൈ A.P. Lerner ഓർ Abba P. Lerner. അപ്പം ഇത് ആദ്യം സ്റ്റേറ്റ് ചെയ്തത് J.M. Keynes ആണെങ്കിലും ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ A.P. Lerner or Abba P. Lerner. So he was the person who has developed the concept of functional finance. അപ്പം ഫിസ്ക്കൽ പോളിസിയുടെ മോഡേൺ കോൺസെപ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഫിനാൻസ് എന്നും. So that was stated by J.M. Keynes firstly, and later it was developed by A.P. Lerner. According to the policy of functional finance, the government has to play a positive role. ഇവരുടെ അഭിപ്രായത്തിൽ ഫങ്ഷണൽ ഫിനാൻസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഹാവ് ടു പ്ലേ എ പോസിറ്റീവ് റോൾ. ഗവൺമെൻറ്റിന് എക്കോണമിയിൽ ഒരു പോസിറ്റീവ് റോൾ വഹിക്കാനുണ്ട്. അതായത് ദേ ഹാവ് ടു കൺട്രോൾ ആസ് വെൽ ആസ് റെഗുലേറ്റ് ദി എക്കോണമി ബൈ മീൻസ് ഓഫ് ടാക്സസ് ആൻഡ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ് എന്ത് ചെയ്യണം? എക്കോണമിയെ കൺട്രോൾ ചെയ്യണം. ടാക്സേഷനിലൂടെയും എക്സ്പെൻഡിച്ചറിലൂടെയും കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട റോളാണ് ആർക്ക് വഹിക്കാനുള്ളത്? ഗവൺമെൻറ് വഹിക്കാനുള്ളതെന്നാണ് ഈ ഫങ്ഷണൽ ഫിനാൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആൾക്കാരുടെ അഭിപ്രായം. അതേപോലെ ക്ലാസിക്കൽസ് പറഞ്ഞാൽ ഗവൺമെൻറ് ഹാസ് നോ റോൾ ടു പ്ലേ. ദർ ഈസ് ഓൾവേസ് ഫുൾ എംപ്ലോയ്മെൻറ്റ് വിച്ച് ഈസ് ഓട്ടോമാറ്റിക്കലി റീച്ച്. ഓട്ടോമാറ്റിക്കലി ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്, ഗവൺമെൻറ് ഒരു റോളുമില്ലെന്നാണ് ക്ലാസിക്കൽസ് പറയുന്നത്. പക്ഷേ ഫങ്ഷണൽ ഫിനാൻസിൽ പറയുന്നത് വെച്ചാൽ ഗവൺമെൻറ് ഹാസ് ടു പ്ലേ എ പോസിറ്റീവ് റോൾ. The government have to control the economy or regulate the economy through taxation as well as expenditure policies.
അതാണ് ഫങ്ഷണൽ ഫിനാൻസ് എന്ന് പറയുന്ന അതിൽ പറയുന്നത്. അതായത് ഗവൺമെൻറ് അണ്ടർടേക്ക് ചെയ്യുന്ന ഫിനാൻഷ്യൽ പോളിസീസ് എന്തൊക്കെയാണോ, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്നൊക്കെയാണോ, അതൊക്കെ എന്താണ്, ദേ ആർ അണ്ടർടേക്കൺ ടു കറക്റ്റ് ഇൻഫ്ലേഷൻ ഓർ ഡിഫ്ലേഷൻ ഇൻ ദ എക്കോണമി. അപ്പം അതാണ് ഫങ്ഷണൽ ഫിനാൻസ്. ഫങ്ഷണൽ ഫിനാൻസ് മീൻസ് ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെൻറ് ടു കറക്റ്റ് ഇൻഫ്ലേഷൻ ഓർ ഡിഫ്ലേഷൻ. ഇൻഫ്ലേഷനെയോ ഡിഫ്ലേഷനെയോ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഫിനാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഫങ്ഷണൽ ഫിനാൻസിൻ്റെ പ്രധാനപ്പെട്ട ടൂൾസ് അക്കോർഡിംഗ് ടു AP ലേണർ ദർ ആർ മെനി ടൂൾസ് ഓഫ് ഫങ്ഷണൽ ഫിനാൻസ്. ഫങ്ഷണൽ ഫിനാൻസിന് പല ടൂൾസും ഉണ്ട്. ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ പോളിസീസിനെയാണ് നമ്മൾ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഫിനാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പല ടൂൾസും ഉണ്ടെന്നാണ് ലേണർ പറയുന്നത്. പ്രധാനപ്പെട്ട ടൂൾസ് എന്ന് പറയുന്നത് ഒന്ന് ടാക്സിങ് ആൻഡ് സ്പെൻഡിങ്, ടാക്സേഷൻ ആൻഡ് സ്പെൻഡിങ്. സെക്കൻഡ് ബോറോയിങ് ആൻഡ് ലെൻഡിങ്, കടം വാങ്ങലും കൊടുക്കലും. ദെൻ ബൈയിങ് ആൻഡ് സെല്ലിങ്, വാങ്ങുകയും വിൽക്കുകയും. അങ്ങനെ 3 ടൂൾസാണ് ഫങ്ഷണൽ ഫിനാൻസിനുണ്ടെന്നാണ് AP ലേണർ പറയുന്നത്. സോ ദർ ആർ 3 ടൂൾസ് അക്കോർഡിംഗ് ടു AP ലേണർ ഫോർ ഫങ്ഷണൽ ഫിനാൻസ്. ദേ ആർ ടാക്സിങ് ആൻഡ് സ്പെൻഡിങ്, ബോറോയിങ് ആൻഡ് ലെൻഡിങ് ആൻഡ് ബൈയിങ് ആൻഡ് സെല്ലിങ്. ഇത്രയാണ് പ്രധാനപ്പെട്ട ടൂൾസായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ അക്കോർഡിംഗ് ടു AP ലേണർ ദീസ് ആർ ദ വേരിയസ് ടൂൾസ് ഓഫ് ഫങ്ഷണൽ ഫിനാൻസ്. ഇതാണ് പ്രധാനപ്പെട്ട 3 ടൂൾസ് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം എന്തൊക്കെയാണ് ഫങ്ഷണൽ ഫിനാൻസിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്, ഏതൊക്കെ നിയമങ്ങളനുസരിച്ച് വേണം ഫങ്ഷണൽ ഫിനാൻസ് പ്രവർത്തിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ റൂൾസ് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു AP ലേണർ ദർ ആർ സോ മെനി റൂൾസ് ഫോർ ഫങ്ഷണൽ ഫിനാൻസ്. അതായത് ഗവൺമെൻറ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിന് ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിന് ചില റൂൾസ് ഉണ്ട്. ആ റൂൾസ് അനുസരിച്ച് വേണം ഗവൺമെൻറ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ചെയ്യേണ്ടത്. ഒന്ന്, the financial responsibility of the government or the state is to regulate spending in such a way that the supply of goods and services may be absorbed at the current prices. ഒന്നാമത് ഗവൺമെൻറ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന സാമ്പത്തിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ്? ടു റെഗുലേറ്റ് സ്പെൻഡിങ്. എന്തിനെ കൺട്രോൾ ചെയ്യുക? സ്പെൻഡിങ്ങിനെ കൺട്രോൾ ചെയ്യുക. എങ്ങനെയാണ്? എന്തിനു വേണ്ടിയാണ്? ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മേ ബി അബ്സോർബ്ഡ് അറ്റ് ദ കറൻറ്റ് പ്രൈസസ്. അപ്പോൾ നിലവിലുള്ള വിലയിൽ എത്രത്തോളം സാധനങ്ങളും സേവനങ്ങളുമാണോ സപ്ലൈ ചെയ്യപ്പെടുന്നത്, ആ സാധനങ്ങളെയും സേവനങ്ങളെയും അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ വേണം, കറൻറ്റ് പ്രൈസസിൽ അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ വേണം ഗവൺമെൻറ് സ്പെൻഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്പെൻഡിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ചിലവിനെ റെഗുലേറ്റ് ചെയ്യുക, സ്പെൻഡിങ്ങിനെ കൺട്രോൾ ചെയ്യുക. എങ്ങനെയുള്ള രീതിയിൽ വേണം കൺട്രോൾ ചെയ്യേണ്ടത്? നിലവിലുള്ള കറൻറ്റ് പ്രൈസിൽ സാധനങ്ങളുടെയും സേവനങ്ങളെയും സപ്ലൈ ഉണ്ടാവും. ആ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സപ്ലൈ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം കറൻറ്റ് പ്രൈസിൽ അബ്സോർബ് ചെയ്യുക. ആ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താണ് ഉപയോഗിക്കപ്പെടുന്ന രീതിയിൽ വേണം ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. ഗവൺമെൻറ് സ്പെൻഡിങ് കൺട്രോൾ ചെയ്യുന്നത്, ഗവൺമെൻറ് സ്പെൻഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കണം? നിലവിലുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സപ്ലൈയെ നിലവിലുള്ള പ്രൈസിലൂടെ അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള രീതിയിലുള്ള സ്പെൻഡിങ് ആയിരിക്കണം ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതാണ് ഒന്നാമതെന്ന് പറയുന്നത്. പിന്നെ ദ പർപ്പസ് ഓഫ് ബോറോയിങ് ഈസ് നോട്ട് ടു റേസ് മണി ബട്ട് ടു മേക്ക് ദ പബ്ലിക് ഹോൾഡ് മോർ ബോൺസ് ആൻഡ് ലെസ് മണി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഗവൺമെൻറ് ബോറോയിങ് അല്ലെങ്കിൽ ബോറോയിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയല്ല, ബട്ട് ടു മേക്ക് ദ പബ്ലിക് ഹോൾഡ് മോർ ബോൺസ് ആൻഡ് ലെസ് മണി. ജനങ്ങൾ കൂടുതൽ ബോണ്ടുകൾ കൈവശം വെക്കുന്നത്, അതായത് കൂടുതൽ പണം കൈവശം വെക്കുന്നതിന് പകരം ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ ബോണ്ടുകൾ എത്തിക്കാൻ വേണ്ടിയാണ് പബ്ലിക് ബോറോയിങ് ഗവൺമെൻറ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഗവൺമെൻറ് പബ്ലിക് ബോറോയിങ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് ബോണ്ടുകളാണ് വിൽക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണത്തിന് പകരം ബോണ്ടുകൾ കൈവശം വെക്കുന്നതിന് വേണ്ടിയാണ് പബ്ലിക് ബോറോയിങ് ചെയ്യുന്നതെന്നാണ് AP ലേണറുടെ അഭിപ്രായം. ദെൻ ദ പർപ്പസ് ഓഫ് ടാക്സേഷൻ ഈസ് നെവർ ടു റേസ് മണി. ടാക്സേഷൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല, ബട്ട് ടു ലീവ് ലെസ് മണി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ടാക്സ് പെയർ. പക്ഷേ ടാക്സ് പെയറുടെ കയ്യിൽ കുറച്ച് പണം മാത്രം കൈവശം വെക്കാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ടാക്സേഷൻ ഉണ്ടാക്കുന്നത്. അതായത് പണം കൂടുതൽ ഗവൺമെൻറ് പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ടാക്സ് ചുമത്തുന്നത്, പക്ഷേ ടാക്സ് പെയറുടെ കയ്യിലുള്ള പണത്തിൻ്റെ അളവ് കുറയ്ക്കാനെന്നാണ് പറയുന്നത്. അപ്പോൾ ടാക്സേഷൻ ഈസ് ഗവേൺഡ് എൻറ്റയർലി ബൈ വെദർ ദ എഫക്റ്റ് ഓൺ സ്പെൻഡിങ് ഈസ് ഡിസൈറബിൾ ഓർ നോട്ട്. അതായത് സ്പെൻഡിങ്ങിന് ഗവൺമെൻറ് അല്ലെങ്കിൽ ജനങ്ങൾ ചെയ്യുന്ന സ്പെൻഡിങ്
ജനങ്ങളുടെ സ്പെൻഡിങ്ങിനെ പ്രധാനമായിട്ടും ഡിസയറബിൾ ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയാണ് ടാക്സേഷൻ ചുമത്തുന്നത്. ഗവൺമെൻറ് ജനങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്താൽ അത് നല്ലതാണോ ഇല്ല അതോ മോശമാണോ എന്നത് തീരുമാനിക്കാൻ വേണ്ടിയാണ് ടാക്സ് ഈടാക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ് നല്ലതല്ലെങ്കിൽ പബ്ലിക് സ്പെൻഡിങ് നല്ലതല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെ ജനങ്ങളുടെ സ്പെൻഡിങ് നല്ലതല്ലെങ്കിൽ ഗവൺമെൻറ് ഇതിനെ കൂടുതൽ ടാക്സ് ഈടാക്കും. അതായത് സ്പെൻഡിങ് നല്ലതാണെങ്കിൽ ഗവൺമെൻറ് ടാക്സ് ചുമത്തും. അങ്ങനെ ജനങ്ങളുടെ പ്രധാനമായിട്ട് ജനങ്ങളുടെ സ്പെൻഡിങ് നല്ലതാണോ ഡിസയറബിൾ ആണോ അല്ലതോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് ടാക്സേഷൻ ഉപയോഗിക്കുന്നതാണ് ലേണറുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതല്ല, ടാക്സ് പെയറുടെ കയ്യിലുള്ള പണത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്നത്. പിന്നെ ഡെഫിസിറ്റ് ഫിനാൻസിങ് ക്യാൻ ബി അഡോപ്റ്റഡ് വെൻ ദ ഗവൺമെൻറ് മണി ഔട്ട്ലേ എക്സീഡ്സ് ദ കറൻറ്റ് മണി റവന്യൂ ഓഫ് ദ ഗവൺമെൻറ്, സ്പെഷ്യലി ഇൻ പീരീഡ്സ് ഓഫ് ഡിഫ്ലേഷൻ. പ്രത്യേകിച്ചും ഗവൺമെൻറ് കയ്യിലുള്ള റവന്യൂവിനേക്കാൾ കൂടുതലാണ് ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറയുമ്പോൾ ആ സിറ്റുവേഷനിലാണ് നമ്മൾ ഡെഫിസിറ്റ് ഫിനാൻസിങ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻഡിച്ചർ വിച്ച് ഇസ് വെൻ ദ എക്സ്പെൻഡിച്ചർ ഈസ് മോർ ദാൻ ദ റവന്യൂ ഗവൺമെൻറ് വിൽ ബോറോ ഫ്രം ദ പബ്ലിക് ഓർ എനി അതർ സോഴ്സസ്. അപ്പം ഈ പ്രധാനമായിട്ടും ഡെഫിസിറ്റ് ഫിനാൻസിങ് അഡോപ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഗവൺമെൻറ് കയ്യിലുള്ള എക്സ്പെൻഡിച്ചർ മണി ഔട്ട്ലേ അല്ലെങ്കിൽ മണി എക്സ്പെൻഡിച്ചർ എന്തിനേക്കാൾ കൂടുമ്പോഴാണ്? കറൻറ്റ് മണി റവന്യൂവിനേക്കാൾ കൂടുമ്പോഴാണ്. ഗവൺമെൻറ് റവന്യൂവിനേക്കാൾ കൂടുതലായിട്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടാകുമ്പോഴാണ്, പ്രത്യേകിച്ചും ഡിഫ്ലേഷണറി പീരീഡിൽ ആണ് ഗവൺമെൻറ് ഡെഫിസിറ്റ് ഫിനാൻസിങ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഇത്രയാണ് പ്രധാനപ്പെട്ട റൂൾസ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഫിനാൻസിന് പ്രധാനപ്പെട്ട റൂൾസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെൻഡിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കറൻറ്റ് പ്രൈസിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നിലവിലുള്ള സേവനങ്ങളെയും കറൻറ്റ് പ്രൈസിൽ അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു തലത്തിൽ ഗവൺമെൻറ് ജനങ്ങളുടെ സ്പെൻഡിങ്ങിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ് എന്ന് പറയുന്നത്. രണ്ടാമത് ബോറോയിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പണം കൂട്ടുക എന്നുള്ളതാണ്. പക്ഷേ എന്തിനു വേണ്ടിയാണ്? ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ ബോണ്ടുകൾ എത്തിക്കാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. മൂന്നാമെന്ന് വെച്ചാൽ ടാക്സേഷൻ്റെ ലക്ഷ്യം ഒരിക്കലും പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല, പക്ഷേ ജനങ്ങളുടെ ടാക്സ് പെയറുടെ കയ്യിലുള്ള പണത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഡെഫിസിറ്റ് ഫിനാൻസിങ് പ്രത്യേകിച്ചും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ റവന്യൂവിനേക്കാൾ കൂടുന്ന ഒരു സിറ്റുവേഷനിലാണ് ചെയ്യുന്നത് എന്നാണ് ഇത്രയും പ്രധാനപ്പെട്ട റൂൾസായിട്ട് പറയുന്നത്. Now we are going to discuss about the objectives of fiscal policy in developed countries. ഇനി ഫിസ്ക്കൽ പോളിസിക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് എ പോളിസി അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ റിലേഷൻ ടു ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് ഡെറ്റ്. അതാണ് ഫിസ്ക്കൽ പോളിസി എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്കറിയാം ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രീസ് ഇൻ ദ വേൾഡ്, ലൈക്ക് ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസ്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എറ്റ്സെട്ര, ലെസ് ഡെവലപ്ഡ് കൺട്രീസ് എറ്റ്സെട്ര. അപ്പോൾ അതിൽ ഓരോ രാജ്യത്തും ഫിസ്ക്കൽ പോളിസിക്ക് പല ലക്ഷ്യങ്ങളുണ്ടാവും. സോ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി ഇൻ ഡെവലപ്ഡ് കൺട്രീസ്? ഇനി ഡെവലപ്ഡ് കൺട്രീസിൽ ഫിസ്ക്കൽ പോളിസിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുക. ഒന്ന്, ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക. പ്രൈസ് സ്റ്റെബിലിറ്റി, ദെൻ ഹൈ ആൻഡ് സ്റ്റേബിൾ റേറ്റ് ഓഫ് ഗ്രോത്ത്. അപ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റ്, പ്രൈസ് സ്റ്റെബിലിറ്റി, ഹൈ ആൻഡ് സ്റ്റേബിൾ റേറ്റ് ഓഫ് ഗ്രോത്ത്, ഇത്രയാണ് പ്രധാനമായിട്ടും ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ ഈ ഫിസ്ക്കൽ പോളിസിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ഇനി എന്തൊക്കെയാണ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി ഇൻ ലെസ് ഡെവലപ്ഡ് കൺട്രി ഓർ അണ്ടർ ഡെവലപ്ഡ് കൺട്രി എന്നൊക്കെ പറയാം നമുക്ക്. ലെസ് ഡെവലപ്ഡ് കൺട്രി, അപ്പോൾ ലെസ് ഡെവലപ്ഡ് കൺട്രി എന്നാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക വേർഡ്. അപ്പം ഇനി പ്രധാനപ്പെട്ട ഫിസ്ക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് ഈ രാജ്യങ്ങളിൽ എന്താണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒന്ന്, ഫുൾ എംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. പിന്നെ പ്രൈസ് സ്റ്റെബിലിറ്റി, പിന്നെ അതുപോലെ ആക്സിലറേറ്റഡ് റേറ്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇക്കണോമിക് ഗ്രോത്ത് വേണം, അതേപോലെ തന്നെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് വേണം. ഒപ്റ്റിമം അലൊക്കേഷൻ ഓഫ് റിസോഴ്സിനെ ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്തും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇക്കണോമിക് സ്റ്റെബിലിറ്റി, സാമ്പത്തിക സ്ഥിരത, ദെൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ഗ്രോത്ത്, മൂലധന രൂപീകരണവും വളർച്ചയും. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഒരു ലെസ് ഡെവലപ്ഡ് കൺട്രിയിൽ ഒരു ഫിസ്ക്കൽ പോളിസിയുടെ ലക്ഷ്യങ്ങളെന്ന്. ഒന്നെന്ന് പറഞ്ഞാൽ ഫുൾ എംപ്ലോയ്മെൻറ്റ്, പ്രൈസ് സ്റ്റെബിലിറ്റി, ആക്സിലറേറ്റഡ് റേറ്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഒപ്റ്റിമം അലൊക്കേഷൻ ഓഫ് റിസോഴ്സസ്, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, ഇക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ഗ്രോത്ത്. These are the objectives of full employment in objectives of fiscal policy, not full employment, objectives of fiscal policy in less developed countries. Whereas in developed country, the objectives of fiscal policy are full employment, price stability and high and stable rate of growth. ഇത്രയാണ് പ്രധാനമായിട്ടും ഡെവലപ്ഡ് കൺട്രീസിലെ പ്രധാനപ്പെട്ട ഫിസ്ക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ്. ഇത്രയും കേൾക്കുക. കേട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.